സമൂഹത്തിലെ ജാതീയമായ അസമത്വങ്ങളെ തുറന്നുകാട്ടിയ റാപ്പിന്റെ വരികൾ കൊണ്ട് തന്നെ കേരളത്തിലാകെ ആരാധകരെ സൃഷ്ടിച്ച റാപ്പറാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. വിവാദങ്ങൾ കൊണ്ട് അടുത്തിടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം കൂടിയാണ് വേടൻ. ഇപ്പോഴിതാ വേടന്റെ ചില പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ അഖിൽ മാരാർ. ദളിതരുടെ ഉന്നമനത്തിനായി വേടന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തു കൊടുത്താൽ മതിയോ? ദളിതരുടെ ജീനിൽ പഠിക്കാനുള്ള DNA ഇല്ലെന്നു പറഞ്ഞ വേടനോട് യോജിക്കുന്നുണ്ടോ? 5 ലക്ഷത്തിൽ നിന്നും 25 ലക്ഷത്തിലേക്ക് പ്രോഗ്രാമിന്റെ തുക വർദ്ധിപ്പിച്ചാൽ ഇന്നാട്ടിലെ ദളിതർ രക്ഷപ്പെടുമോ എന്നൊക്കെയാണ് അഖിൽ മാരാർ ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഏത് ജാതിയിൽ ജനിച്ചാലും കഴിവുള്ളവൻ രക്ഷപ്പെടുമെന്നും അതല്ല സാമൂഹ്യ വ്യവസ്ഥയാണ് കാരണമെങ്കിൽ അത് മാറ്റാൻ കഴിഞ്ഞ 68 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദളിതർ അവരെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അഖിൽ പറയുന്നു. വേടൻ വളർന്ന സാഹചര്യത്തേക്കാൾ മോശം അവസ്ഥയിൽ സ്വന്തമായി 15 വർഷത്തോളം വീടില്ലാതെ പലയിടങ്ങളിലും പരിഹാസങ്ങളും പുച്ഛവും അവഗണനയും കേട്ടു വളർന്ന ഒരുവന്റെ ഉള്ളിലെ പോരാട്ടമാണ് നിങ്ങൾ ഇന്ന് കണ്ട അഖിൽമാരാണെന്നും ജാതിയുടെ പ്രിവിലേജ് അല്ല തൻ്റെ ഉള്ളിൽ കെടാതെ കൊണ്ടു നടക്കുന്ന പോരാട്ടത്തിൻ്റെ ഗുണമാണ് ഇന്നത്തെ ജീവിതങ്ങളുടെ വിജയമെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിൽ 2 ജാതിയാണ് ഉള്ളതെന്നും അത് അധികാരവും പണവും ഉള്ളവനും അത് ഇല്ലാത്തവനുമാണെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിവില്ലെന്നും അതിന് കാരണം അവരുടെ DNA ഇല്ലെന്നും വേടൻ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന നിരവധി വിവാദങ്ങൾ വഴിവെച്ചു. ദളിത് വിഭാഗത്തിൽ നിന്നും പഠിച്ച് ജോലി വാങ്ങിയ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയാണെന്നാണ് പലരും പറയുന്നത്.